കാര്യവട്ടത്തെ ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ ജൂനിയർ ബാച്ചിൽ പഠിച്ചിരുന്ന സോണി ജലരാജൻ. അദ്ദേഹം ഇപ്പോൾ ഓസ്ട്രേലിയയിലെ മാധ്യമ അധ്യാപകനാണ്. വളരെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ കൃത്യമായി സോഷ്യൽ മീഡിയയിൽ പ്രതികരിക്കുന്ന ഒരാളും അതുപോലെ ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ളൊരു വ്യക്തിയുമാണ്. അപ്പോൾ സോണി എനിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ നാട്ടിലെ ഈ ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ, അവരുടെ രീതികളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകളെക്കുറിച്ച് പരസ്യം വയ്ക്കുന്ന, ഹോർഡിങ് വയ്ക്കുക, പരസ്യം കൊടുക്കുക, ഇങ്ങനെ കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇത് നിയമവിരുദ്ധമാണ്. ഇത് എത്ര പേർക്ക് അറിയാം എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ വളരെ വിശദാംശങ്ങൾ വളരെ വ്യക്തമായിക്കൊണ്ട് എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രമല്ല, ഡോക്ടർമാർക്കും പറ്റും. അതെ, ഈ ഡോക്ടർമാർക്ക് പറ്റും. അതുപോലെ നമ്മുടെ മരുന്നുകൾ കൊടുക്കുന്നില്ല, ഏതാ മരുന്നുകളുടെ പരസ്യം, മറ്റേ തടി വയ്ക്കാനുള്ള മരുന്ന്, സ്ത്രീകളുടെ രോഗങ്ങൾക്കുള്ള മരുന്ന്, ഈ അങ്ങനെയുള്ള സാധനവും കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു ചട്ടമുണ്ട്. ഇതിപ്പോൾ നമ്മൾ പറയുന്നത്, അതായത് ഹോർഡിങ്സുകൾ പ്രദർശിപ്പിക്കുക, ഹോസ്പിറ്റലുകളുടെ ഡോക്ടർമാരെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുക, അവിടുത്തെ ഓരോ ചികിത്സയുടെയും പ്രത്യേകതകൾ വിവരിക്കുക, ഇതൊന്നും പാടില്ല. ഇതിന് കൃത്യമായ നിയമനം നാഷണൽ മെഡിക്കൽ കൗൺസിലുമുണ്ട്, കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ. പക്ഷേ ഇത് കർശനമായി നടപ്പാക്കിയ 1-2 സംസ്ഥാനങ്ങളെ, കേരളം അടക്കം ഇതിനകത്ത് പുറകിലാണ്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, നമ്മൾ പോകുന്ന നിരത്തുകളിൽ മൊത്തം സ്വകാര്യ ആശുപത്രികളുടെ പരസ്യം ബോർഡുകളാണ്. ഡോക്ടർമാരുടെ ഫോട്ടോ ഉണ്ട് അതിൽ. ഞങ്ങൾ ഈ ഇന്നേ വിദഗ്ധന്മാരാണെന്ന് പറഞ്ഞവരെ വലിയ ഫോട്ടോ വെച്ചാൽ താഴെ അവരുടെ പേരും അവരേത് മേഖലയിലാണ്, ഏത് വിദഗ്ധരാണെന്ന് പറഞ്ഞുള്ള വിശദാംശങ്ങളുണ്ട്. നമ്മൾ ഓരോ ആശുപത്രിയുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ആശുപത്രിയുടെ പേരും കിട്ടിയിട്ടുണ്ടാവും ഇതിനകത്ത്. ഈ പരസ്യം കൊടുക്കുന്ന ആശുപത്രികളുടെ പേരുണ്ട്. ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിലെ ആശുപത്രികളുടെ പേരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളം ഒട്ടാകെയുള്ള സ്ഥാപനങ്ങളുടെ, ഇപ്പം നമുക്കറിയാം, ഒരു തുണിക്കട പരസ്യം കൊടുക്കും. പരസ്യം കൊടുക്കുമ്പം അവൻ്റെ പരസ്യ വരുമാനം കൂടി കണക്കാക്കിയാണ് അവൻ ഇതിനകത്ത് വിലയിടുന്നത്. ഒരു തുണിക്കട മുതലാളിക്ക് അയാൾക്ക് ലാഭം കിട്ടണം, അയാളത് എവിടെ നിന്ന് എടുക്കണം, അയാളുടെ സ്റ്റാഫിനുള്ള ശമ്പളം കൊടുക്കണം, അയാളുടെ കറണ്ട് ബില്ല്, ഇവരുടെ ആനുകൂല്യങ്ങൾ, ഈ പറഞ്ഞ കട അലങ്കരിക്കുന്നതിൻ്റെ ഇത്, പിന്നെ വഴിനീളം ഫ്ലക്സ് വെക്കുന്നതിൻ്റെ, മാധ്യമങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിൻ്റെ, സോഷ്യൽ മീഡിയ പരസ്യം കൊടുക്കുന്നതിന്, ഇതെല്ലാം കൂടെ കൂട്ടിയായിരിക്കും ഒരു ഫാബ്രിക്കിന് അല്ലെങ്കിൽ ഒരു തുണിക്ക് അയാൾ വില നിശ്ചയിക്കും, അല്ലേ? ഇതിനകത്ത് എല്ലാം കൂടെ ഇതിനകത്ത് അതുപോലെയാണ് ഈ ആശുപത്രികളുടെ പരസ്യം കൊടുക്കുമ്പോൾ. ഒരു രോഗത്തിൻ്റെ പരസ്യം, ഒരു ഡോക്ടറെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ന ചികിത്സ ഇവിടെ ഉണ്ട്, അത് ടി വിയിൽ കൊടുക്കുന്നുണ്ട്, റേഡിയോയിൽ കൊടുക്കുന്നുണ്ട്, പത്രങ്ങളിൽ കൊടുക്കുന്നുണ്ട്. ഇത് പോരാഞ്ഞിട്ട് നേരത്തെ മുഴുവൻ വെക്കുന്നുണ്ട്. പിന്നീട് ഇത് കൂടാതെ കൊച്ചു കൊച്ചു ചടങ്ങുകളുടെ അവിടെ എല്ലാം തന്നെ ഇവരിത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. ഈ പ്രത്യേകതരം ചികിത്സകളെ കുറിച്ചും, അതായത് മരുന്നുകളെ കുറിച്ചുള്ള ബോർഡ് ഒരിടത്തും പറ്റില്ല. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ ഈ ചികിത്സയ്ക്ക് ഇങ്ങനെ ഒരു പിടിച്ചുപറിയും മത്സരവും എല്ലാം നടക്കും. വിദേശ രാജ്യങ്ങളിൽ എങ്ങനെയാണ്, അവരവിടെ ഇപ്പം UK പോയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എത്ര ചത്തുപോകുന്ന രോഗമാണെന്ന് പറഞ്ഞാലും ഒരു ടൈം കൊടുക്കും. ചിലപ്പോൾ അടുത്ത മാസമായിരിക്കും കൊടുക്കുന്നത്, അന്നേരം അവിടെ ചെന്ന് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഈ വിവരാവകാശത്തിൽ പറയുന്നത്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ റെഗുലേഷൻസ് ആക്ട് 2002 അതനുസരിച്ച് ഡോക്ടർമാർ പരസ്യം നൽകുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഇതിലെ സെക്ഷൻ 6(1) വ്യക്തമാക്കുന്നുണ്ട്, ഒരു ഡോക്ടറോ ഡോക്ടർമാരുടെ കൂട്ടായ്മയോ സ്ഥാപനങ്ങളോ നേരിട്ടോ അല്ലാതെയോ രോഗികളെ ആകർഷിക്കുന്ന രീതിയിൽ പരസ്യം നൽകുന്നത് ധാർമ്മികമല്ല, അൺഎത്തിക്കലാണ് എന്ന് ഈ നിയമത്തിൽ കൃത്യമായിട്ട് തോന്നി. 2002 ഈ നിയമത്തിൽ പറയും. മാത്രമല്ല, ഇപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുണ്ട്, അതാണ് മുഴുവൻ വലിയ ബോർഡുകളാണ്, ലക്ഷങ്ങളാണ് അവിടെ ഇതിന് ആളെ ഇത് വാങ്ങുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം. പ്രസവം, ഇൻഫെർട്ടിലിറ്റി, ഇതിൽ പ്രസവം പാക്കേജാണ് മിക്ക ഹോസ്പിറ്റലും. അവരെഴുതി വെക്കും, എന്താണ്, വഴിനീളം വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞ് വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞങ്ങളുടെ ആശുപത്രിയിലേക്ക് ഒരു 7,500 രൂപയുടെ പാക്കേജ്, 7,500 രൂപയുടെ പാക്കേജ്. നമ്മൾ അവിടെ കണ്ടുകൊണ്ട് നമ്മൾ ഓടിച്ചിട്ടു, 7,500 രൂപയുടെ പാക്കേജ് കണ്ടുകൊണ്ട് ഓടിച്ചു ചെല്ലുമ്പോൾ എന്താ പറയുക, ഈ 7,500 രൂപയുടെ പാക്കേജ് പരിശോധനയ്ക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ. ഇനി നിങ്ങളെ സർജറി ആണെങ്കിൽ അതിൻ്റെ ചാർജ്, ഇനി സർജറി എടുത്ത കുഞ്ഞിന് കളർ വ്യത്യാസമുണ്ട്, ഞങ്ങൾ ഇൻക്യുബേറ്റർ വെക്കും, അതിൻ്റെ ചാർജ് വേറെ. ചുരുക്കി പറഞ്ഞാൽ ഈ 7,500 രൂപ കണ്ടുകൊണ്ട് ഈ പാക്കേജിൽ പോയി ചാടുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഒരു 3 ലക്ഷം രൂപ ഏറ്റവും കുറഞ്ഞത്
കൊടുത്ത് അല്ലെങ്കിൽ എങ്ങനെ പോയാലും ഒരു 2-നും 3-നും ഇടയ്ക്ക് പൈസ ആക്കിയിട്ട് വേണം തിരിച്ച് ഇറങ്ങിപ്പോയാൽ. ഇതേ സംഭവം നമ്മുടെ ഇവിടെയും ഉണ്ട്. എവിടെ? സർക്കാർ ആശുപത്രിയിൽ പ്രസവം കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർ കഴിവതും നോർമൽ കൊടുക്കും. അല്ല ഇനി സർജറി ചെയ്യുന്ന ഡോക്ടർമാരെല്ലാം വീട്ടിൽ ഇവരുടെ കയ്യിൽ നിന്ന് 2000 രൂപയോ 3000 രൂപ വെച്ച് മേടിക്കും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യും? ഈ പാവപ്പെട്ട ആൾക്കാരെല്ലാം നേരെ സർക്കാർ ആശുപത്രിയിലേക്ക് പോകും. അത് ഒത്തിരി ആനുകൂല്യങ്ങളുണ്ട്. കുഞ്ഞിന് ആനുകൂല്യങ്ങൾ, അമ്മയ്ക്ക് ആനുകൂല്യങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ ആൾക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? സർക്കാർ ആശുപത്രി വൃത്തിഹീനമാണ്. സർക്കാർ ആശുപത്രി വൃത്തിയില്ല, തൂക്കുമ്പോൾ തുടക്കുകയില്ല, ടോയ്ലറ്റുകൾ വൃത്തിഹീനമാണ്. ഇത്രയൊക്കെ വരും. നമുക്കിത് സഹിച്ച് അതിനകത്ത് നിൽക്കാൻ പറ്റില്ല. അപ്പം നമ്മളുടെ 1-2 ദിവസത്തെ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ നേരെ എന്ത് ചെയ്യും? നമ്മൾ സ്വകാര്യ ആശുപത്രി. കുറച്ചാൾ മുമ്പ് വളരെ വിചിത്രമായ ഒരു സംഭവമുണ്ട്. ഒരാൾ വന്ന് പരിചയപ്പെട്ടു, ഞാൻ അവിടെ നടന്നു പോകുമ്പോൾ. അയാൾ പറയുന്നുണ്ട് അയാളുടെ മരുമകൾ, അപ്പോൾ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആണ് അവരുടെ വിശ്വാസം. അങ്ങനെ ചെന്ന് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളിന് ശേഷമാണ് കുട്ടി ആവുന്നത്. അപ്പം ഒരു തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ ചെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നു. ഗൈനക്കോളജിസ്റ്റ് പരിശോധിച്ചിട്ടൊക്കെ പറഞ്ഞു ഒരു വിഷയമുണ്ട്, നിങ്ങൾ ഈ പ്രസവിക്കുന്നത് വരെ ഇവിടെ താമസിക്കേണ്ടി വരും, നിങ്ങൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കണം, കാര്യം കുഞ്ഞിന് സാരമായ ചില പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യത, അല്ലെ ഗർഭാശയ ഭിത്തിക്ക് എന്തൊക്കെയോ. അപ്പോൾ അവർ കുറേ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഇവർ മുറിയെടുത്തോടെ താമസിക്കുകയാണ്. അയാൾ പറയുന്നു 5-6 മാസം ആയി 12 ലക്ഷം രൂപയിലധികം രൂപ അതിനകത്ത് ഇവർ കെട്ടിക്കഴിഞ്ഞു. ഇനി അപ്പോൾ ഞാനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് SIT ശ്രീ ഔട്ടതിരുന്നാള ഹോസ്പിറ്റൽ, സർക്കാരിൻ്റെ ആശുപത്രി, അവിടെ എല്ലാ സംവിധാനങ്ങളും വളരെ ആശ്രയമുണ്ടല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ കേട്ടപാടെ പറയണം, അയ്യേ സർക്കാർ ആശുപത്രി നമ്മളൊക്കെ പോകാനാണ്. അപ്പോൾ നമ്മളെ ആളിലൊക്കെ എന്ത് വിചാരിക്കുന്നു അയാൾ ചോദിക്കും. പിന്നെ ജോസഫയും പറഞ്ഞ പോലെയുള്ളൂ, അനുഭവിച്ചോ അത്രയേ ഉള്ളൂ. ഇത് അതിനകത്ത് ഈ ഡോക്ടർമാരുടെ, അതുപോലെ ഇത് വ്യക്തികളായിട്ടുള്ള ഡോക്ടർമാർക്കും ഡോക്ടർമാരുടെ ഗ്രൂപ്പുകൾക്കും ആശുപത്രികൾക്കും സ്ഥാപനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. നേരത്തെ MCI ആയിരുന്നു, മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അത് മാറി ഇപ്പോൾ NMC ആയി, നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ പ്രൊഫഷണൽ കണ്ടക്ട് റെഗുലേഷൻസ് 2002 ആക്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ റെഗുലേഷൻസ് ആക്ട് 2023, ഒബ്ജക്ഷനബിൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ട്, പഴയ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് 1954 എന്നിവയാണ് നിലവിൽ ഇതിനെ നിയന്ത്രിക്കുന്ന പ്രധാന നിയമങ്ങൾ. അതായത് നമുക്കറിയാം നമ്മുടെ കേരളം മുഴുത്തമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എനിക്കറിയാം ഞങ്ങളുടെ നാട്ടിലെ ആശുപത്രിയുടെ പരസ്യമില്ലാതെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഈ റേഡിയോയിൽ പറയുന്നുണ്ട്, അതായത് FM റേഡിയോയിലും മറ്റ് റേഡിയോയിലും ഒക്കെ നമ്മുടെ നാട്ടിലെ ആശുപത്രിയുടെ പരസ്യമാണ്. നമ്മൾ ഹൈവേ കൂടെ കടന്നു പോകുമ്പോൾ, ബൈപ്പാസിലൂടെ പോകുമ്പോൾ എല്ലാ ഹോസ്പിറ്റലും വെച്ചിട്ടുണ്ട്. കൊല്ലത്ത് ആശുപത്രി, തിരുവനന്തപുരത്ത് ആശുപത്രിയും എറണാകുളത്ത് ആശുപത്രി എല്ലാം ഉണ്ട് ഇതിൽ. മാത്രമല്ല ഇതിൽ ഈ പറയുന്ന പുതിയ ഈ നിയമം അനുസരിച്ചാണെങ്കിൽ ആശുപത്രിക്ക് ഉള്ളിലാണെങ്കിൽ ഡോക്ടർമാരുടെ പേരും അവരൊക്കെ വിദഗ്ധനെന്ന് ബോർഡ് വെക്കാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. അത് അങ്ങനെ വെക്കാൻ പറ്റും. അതിനകത്ത് പോലും പരസ്യമായിട്ട് എഴുതി വെക്കാൻ പറ്റില്ല. അവരുടെ ഡീറ്റെയിൽസ് എഴുതി വെക്കാം. വേറെ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ സംസ്ഥാനങ്ങൾ നോക്കാം. സംസ്ഥാനങ്ങൾ ഇപ്പം വന്നിരിക്കുന്ന പഞ്ചാബ് മെഡിക്കൽ കൗൺസിൽ നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യം, ആശുപത്രി വളപ്പിന് പുറത്ത് രോഗികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഹോർഡിങ്ങുകൾ സ്ഥാപിക്കും. പഞ്ചാബ് നിരോധിച്ചിട്ടുണ്ട്. അടുത്ത മഹാരാഷ്ട്ര വൻതോതിൽ സ്വന്തം പ്രാഗൽഭ്യം പരസ്യം ചെയ്തുകൊണ്ട് വിവിധയിടങ്ങളിൽ ഹോർഡിങ്ങുകൾ വെച്ച 2 മുതിർന്ന ഡോക്ടർമാർക്ക് മഹാരാഷ്ട്ര മെഡിക്കൽ കൗൺസിൽ മെമ്മോ കൊടുത്തിരിക്കുകയാണ്, കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇനി കർണാടക പത്രപരസ്യങ്ങളും കൂറ്റൻ ബോർഡുകൾ ഉപയോഗിച്ച് വൻതോതിൽ പരസ്യം നൽകിയതിനെ തുടർന്ന് കർണാടക മെഡിക്കൽ കൗൺസിൽ ഡോക്ടർമാർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് നിയമമുണ്ട് ഇവിടെ, പക്ഷേ നമ്മുടെ സർക്കാർ അതിന് തുനിയത്തില്ല. എന്താണെന്നറിയാമോ? നമ്മുടെ നേതാക്കന്മാർക്ക് ഏത് മുന്നണിപ്പെട്ടാണെങ്കിലും ജലദോഷപ്പനി വന്നാൽ പോയി കിടക്കുന്നത് ഇവിടെ ഇവർ തീർച്ച സൗജന്യമാണ് കേട്ടോ, അവർക്ക് പൈസ കൊടുക്കണ്ട. ഇവർക്ക് അവിടുത്തെ സ്യൂട്ട് റൂമൊക്കെ കൊടുത്ത് ഇവരോട് സന്തോഷമായിട്ട് കഴിയും. കോവിഡ് സമയത്തോ മറ്റോ നമ്മുടെ നാട്ടിലെ ഒരു മന്ത്രിയായിരുന്ന ഒരു വലിയ നേതാവിൻ്റെ ഭർത്താവങ്ങാണ്ട് സ്വകാര്യ ആശുപത്രി കിടന്നിട്ട് മെനു കണ്ടില്ലേ? അയാൾ രാവിലെ കഴിക്കുന്നത് പെറോട്ടയും അതുപോലെ ചിക്കനും അങ്ങനെയൊക്കെയുള്ള ഏറ്റവും നല്ല വിഭവങ്ങൾ. അവിടുത്തെ കാര്യം പഞ്ചനക്ഷത്ര ഹോസ്പിറ്റലാണല്ലോ, പഞ്ചനക്ഷത്ര ക്യാൻറ്റീനാണ് അവിടെ ഉള്ളത്. ഇതൊക്കെയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇവർക്ക് ഇതൊരു ദൗർബല്യമാണ്, അതുകൊണ്ട് തന്നെ അവരാരും ഇതിനെതിരെ നിൽക്കില്ല. എന്തായാലും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതറിയുന്നില്ല. പിന്നെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ഗുണമുള്ള എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഷുറൻസ് വന്നിട്ടുണ്ടല്ലോ, മെഡിക്കൽ ഇൻഷുറൻസ്. അത് കാരണം എല്ലാവരും നേരെ ഈ ആശുപത്രിയിലോട്ട് അങ്ങ് വിട്ടു. പിന്നെ എനിക്ക് ഇൻഷുറൻസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് അടുത്ത ഘട്ടത്തിൽ നിലവിളിക്കാറുണ്ട്. അത് സത്യമാണ്. ഈ പറഞ്ഞ പോലെ ഞാനും ഇൻഷുറൻസ് കൊടുത്തിട്ട് എനിക്കും ഇതുപോലെ പറഞ്ഞ പൈസ ഒന്നും കിട്ടാതെ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പിന്നെയും നമുക്ക് അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലുകാർ അവർക്ക് തോന്നുന്ന ഇത്ര എഴുതി വിടും. അല്ല, മാത്രമല്ല ഇതുപോലെ ഈ നമ്മുടെ നേരത്തെ ഇൻഫെർട്ടിലിറ്റി പറഞ്ഞതുപോലെ ആളെ പറ്റിക്കുന്ന വേറൊരു പരസ്യമാണ് ലൈംഗിക ഉത്തേജന മരുന്ന്. അതുകൊണ്ട് എവിടെ നോക്കിയാലും പത്രത്തിൽ മൊത്തം ഇതാണ്.
ഇതെടുത്ത് അടിച്ചിട്ട് ചത്തുപോകുന്ന ആൾക്കാരും ഉണ്ട്. ഒരുപാട് പേരുണ്ട്. Heart അതല്ല, attack അത് ഒരു ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അറിയാൻ പാടില്ല, അത് അളവൊന്നും നോക്കാൻ അറിയാൻ പാടില്ല, കഴിച്ച് മരിച്ചു വരുമല്ലോ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് പറയപ്പെട്ടത്. കാരണം വയസ്സായ ആളുടെ 10-70 വയസ്സായ ആളിലൊക്കെ ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കും. അതായത് ഒരു വസ്തുവിനെ ഉയർത്തുക എന്നുള്ളതാണ് അതിൻ്റെ. അതെ അതെ. അത് നടക്കത്തില്ല. എന്താണെങ്കിലും ഇത്തരം ഒരു പിന്നെ നിയമം ഇന്ത്യയിൽ നിലവിലുണ്ട്. ആ ഒരു നിയമത്തെക്കുറിച്ച് നമ്മുടെ നാട്ടിലെ സർക്കാർ അജ്ഞരാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ ഇതിന് കൃത്യമായ പിടി വീഴുന്നു. അല്ല, നമ്മുടെ ഇത് ഏതെങ്കിലും നമ്മുടെ നിയമസഭാ സാമാജികന്മാർ ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇക്കാര്യം അവതരിപ്പിക്കണം. അല്ല, വേറൊരു കാര്യം ശ്രദ്ധിച്ചു, നമ്മൾ തമിഴ്നാട്ടിലൊന്ന് പോയി നോക്കി, എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ ബോർഡ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്? ഇല്ല. നമ്മളൊരു അത്യാവശ്യം വന്നാൽ നമ്മുടെ ഹോസ്പിറ്റൽ അന്വേഷിച്ച് നമ്മൾ പലയിടത്തും നടക്കേണ്ടി വരും. അവിടെ ഹോസ്പിറ്റല്, ലബോറട്ടറി, എന്തിനും ബേക്കറി പോലും ഞാൻ ഈ ഗ്രാമപ്രദേശങ്ങളിൽ കണ്ടതില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ജംഗ്ഷനിൽ പോലും 15 ബേക്കറിയാണ് ഇല്ലേ? അതുപോലെ അതിന് അത്രയും തന്നെ ഹോസ്പിറ്റലും കാണും. ഓരോ ജംഗ്ഷനിൽ തന്നെ ഒരു 4-5 ലബോറട്ടറികൾ കാണും. എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. ഇതാണ് ഇവിടെ ഹെൽത്ത് കോൺഷ്യസ് കൂടുതലാണ്. അതെ അതെ, ഓവർ കോൺഷ്യസ് ആണ്. പക്ഷേ ഈ ബോർഡ് നോക്കിയാണ് പലരും ചികിത്സ നിശ്ചയിക്കുന്നത്. വലിയ ഡോക്ടർമാർ, അറിയപ്പെടുന്ന ഡോക്ടർമാരെ പടം കണ്ടിരുന്ന ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും, അവസാനം നമ്മളെ പരിശോധിക്കുന്ന ഡോക്ടർ ആയിരിക്കും. അതാണ് നമുക്ക് ഉദാഹരണം നമുക്ക് പറയാം. ഇപ്പം എത്രയോ ഉണ്ട്. RCC ആരും RCC പോകത്തില്ല. RCC പോകാൻ പറഞ്ഞാൽ ആരും പോകത്തില്ല. അസുഖം വന്നാൽ ഉടനെ അവരെ ഏറ്റവും അടുത്തുള്ള സ്വകാര്യ ആശുപത്രി. അവസാനം ഇത് മൊത്തം അവിടുന്ന് കുളമായി കുഴങ്ങി നാശമായി കഴിയുമ്പോൾ നേരെ അടിച്ചു RCCയിലെത്തും. സർക്കാർ, നമ്മുടെ സർക്കാർ സ്ഥാപനമാണ്. അവിടെ ഏറ്റവും ലോകോത്തര നിലവാരം പെടുത്തുന്ന ഒരു സ്ഥാപനമാണ് RCC. അവിടെ ശ്രീത്ര മെഡിക്കൽ സെൻ്റർ ഉണ്ട്. ഇതിന് ഹാർട്ട് അറ്റാക്ക് വന്ന ആൾ പോകുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലേ പോവുള്ളൂ. ശ്രീത്രയിലെ എല്ലാ സംവിധാനമുള്ള സ്ഥാപനമാണ്, പക്ഷേ അവിടെ പോകില്ല. ഈ സർക്കാർ ആശുപത്രിയിൽ, സർക്കാർ സ്ഥാപനത്തിൽ പോകുന്നത് ഒരു മോശം പരിപാടിയാണെന്ന തെറ്റിദ്ധാരണ നമ്മുടെ ആൾക്ക് ഇടയിൽ എങ്ങനെയോ വന്നു. അതുകൊണ്ട് അത് പൈസ ഉള്ളവണെങ്കിൽ പോയിക്കൊണ്ട് കുഴപ്പമില്ല, അവൻ പോയി കൊടുത്തോളും. പക്ഷേ അല്ലാത്ത സാധാരണക്കാർ ഇത് കണ്ടുകൊണ്ട്, അയ്യോ എൻ്റെ മറ്റേ ആൾ പറഞ്ഞല്ലോ, അയ്യോ എൻ്റെ ബന്ധുക്കളും നാട്ടുകാർ എന്നെക്കുറിച്ച് മോശക്കാരനെ കാണില്ലേ എന്ന് പറഞ്ഞ് അവിടെ പോകുന്നിടത്താണ് പറ്റുന്നത്. പിന്നെ കാശ് പൊക്കോട്ടെ, അല്ലേ? കാശ് പൊക്കോട്ടെ, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനെക്കുറിച്ച് നിർബന്ധമായി നമ്മൾ പുതിയ ഒരുപാട് നിയമസഭാ സാമാജികന്മാർ, ചെറുപ്പക്കാരായ പലരും നല്ല വിദ്യാഭ്യാസമുള്ളവർ വന്നിട്ടുണ്ട്. ഇത് ആരെങ്കിലും അവരെ നമ്മൾ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. ഇത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഇത് അവതരിപ്പിക്കാനും ഇതിന്മേൽ നടപടി സ്വീകരിക്കാനും എത്രയും വേഗം സർക്കാർ തയ്യാറാകണം.